LDF-നെ പിന്തുണയ്ക്കുന്ന NSSന്റെ നിലപാടിൽ ആശങ്കയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്താണ് അദ്ദേഹം ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യം ഇങ്ങനെ പറയാൻ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, വെറുതെ അങ്ങനെ പറയുമോ എന്നാണ് സാറിന് ഇക്കാര്യത്തിൽ തോന്നുന്നത്? പണ്ട് ഈ VD സതീശന് പെരുന്നയും നായർ തറവാടും ഒക്കെ കേൾക്കുമ്പോഴേ ഇത്തിരി അരിശമൊന്നും പോകും. അതുപോലെ സുകുമാരൻ നായർക്കും VD സതീശന് അത്ര പഥ്യമല്ല. അല്ല, SNDP വെള്ളാപ്പള്ളിക്കും പഥ്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ തിണ്ണ നിരങ്ങാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ പണ്ട് MA ബേബി ഈ കോൺഗ്രസ്സുകാരെ കളിയാക്കുമായിരുന്നു. എന്താണ്, എല്ലാ അരമനകളിലും രൂപതകളിലൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് എന്ത് പറഞ്ഞുകൊണ്ട്. അല്ല, അങ്ങനെ തന്നെ സാറിപ്പോ ഉപയോഗിച്ച വാക്ക് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. തിണ്ണ നിരങ്ങികൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പ്രസംഗത്തിൽ MA ബേബി ആക്ഷേപിച്ചു. പറഞ്ഞതെന്നറിയാം, രൂപത 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 എന്നും പറഞ്ഞാണ് കയറി ഇറങ്ങുന്നത്. ഇപ്പൊ അവരാണ് CPM-കാര് പോയി കയറി ഇറങ്ങി കൈ മുത്തം കൊടുത്തും കാല് കഴുകി കുടിക്കുകയും ഒക്കെ അല്ലേ ചെയ്തത് അവസാനം വരെയും. അപ്പോൾ ഈ ഇവരുടെയൊക്കെ വിചാരം ഇപ്പൊ സതീശൻ പറഞ്ഞത് ഒരു രീതിയിൽ ഒരു കണക്കിന് നല്ലതായിരിക്കാം. കാരണം സുകുമാരൻ നായർ പറയുന്ന പോലെ കേരളത്തിലെ നായന്മാര് മുഴുവൻ ഇന്നടത്ത് വോട്ട് ചെയ്യും, അതിനുള്ള സാധ്യത കുറവാണ്. ആ കാലമൊക്കെ പോയില്ലേ. അതെ, പള്ളിയിൽ ഇടയലേഖനം വായിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറയുകയാണ്, കുഞ്ഞാടുകളെ നിങ്ങളെല്ലാരും കരൂരിന് വോട്ട് ചെയ്യണം എന്ന് പറയും. ആ കാലം പോയി. പിന്നെ ചെയ്യുന്ന പഴയ കുറച്ച് പേരുണ്ടാകാം, അതിനപ്പുറം ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞതല്ലേ കുത്തിയേക്കാം. ചെറുപ്പക്കാര് പിള്ളേരുണ്ട്, അവര് പോകാൻ പറയും, അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്. പണ്ട് ഈ ഇടയലേഖനമൊക്കെ വായിക്കുമ്പോഴത്തേന് വലിയ വാർത്തയാണ്. എന്നാ പിന്നെ വോട്ട് കൊടുക്കണ്ടല്ലോ, ഇലക്ഷൻ വേണ്ടല്ലോ. പള്ളിയിലെ സുകുമാരൻ നായർ ഇന്നത് പറഞ്ഞു, LDF വരും, എന്നാ പിന്നെ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഈ സുകുമാരൻ കഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്ന ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സുകുമാരൻ നായരെ പ്രതിനിധി സഭ പിന്തുണച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ഒത്തുകളിയാണെന്ന് നമുക്കറിയാം. ഈ സുകുമാരൻ നായരെയും LDF-ലേക്ക് കൊണ്ടുവന്ന് ചേർത്തത്, വിളക്കി ചേർത്ത് വെച്ചത് ആരാന്നറിയാം? അതിനകത്ത് ഗണേശാണ് അതിനകത്ത് പ്രധാന കണ്ണിയായത്. കാരണം ഗണേഷ് ഡയറക്ടർ ബോർഡിൽ അംഗം. അതെ, ഒരുപക്ഷെ ഭാവിയിലെ NSS ജനറൽ സെക്രട്ടറിയും ആകാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല, NSS ആയതുകൊണ്ട്. പിന്നെ സുകുമാരൻ നായരെ പോലെ വേറെ സുകുമാരൻ നായർ താഴെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് അറിയത്തില്ല. അപ്പം ഇപ്പോൾ LDF-നകത്ത് പിണറായി വിജയനുമായിട്ട് നല്ലൊരു ടേംസിലായിരിക്കുകയാണ് ഗണേഷിനും. കാരണം ഗണേഷിന് ഇനിയും LDF വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രിസ്ഥാനവും ഉണ്ടെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പത്തനാപുരം സീറ്റും ഗണേഷിന് കിട്ടും. അതായിക്കൊള്ളട്ടെ, ഗണേഷ് മിടുക്കരായ. ഗണേഷിനെ തോപ്പിക്കാൻ LDF വിചാരിച്ചാലും UDF വിചാരിച്ചാലും ബുദ്ധിമുട്ട്. കാരണം ഗണേഷ് നല്ല MLA ആണ്, നല്ല മന്ത്രിയാണ്. അതൊക്കെ നമുക്ക് 100% അവിടെ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഏത് മുന്നണിയിൽ നിന്നാലും വിജയിക്കുന്ന ഒരു കാൻഡിഡേറ്റ്. എനിക്ക് തോന്നുന്നു ഈ പണ്ട് തോപ്പിൽ ഭാസി പറഞ്ഞതുപോലെ പറയണം പലരും, പല രാഷ്ട്രീയക്കാരും. ഇവരുടെ ഒന്നും തെണ്ണ തരങ്ങല്ല, വേണമെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും. പണ്ട് തോപ്പിൽ ഭാസി കോന്നിയിലും മത്സരിച്ചു, കോന്നിയിലാണെന്ന് തോന്നുന്നു. അപ്പൊ ആരോ തോപ്പിൽ ഭാസിയുടെ കൂടുള്ള സിൽബന്ധികൾ ആരോ പറഞ്ഞു കൊടുത്തു, മന്നത്തോപ്പനാവനെ ഒന്ന് പോയി കാണണം, പെരുന്നയില് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, സൗകര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഒന്ന് കണ്ടോളാൻ പറ എന്ന് പറഞ്ഞു. ഇതാരോ അവിടെ എത്തിച്ചു കൊടുത്തു പന്നത്തോപ്പനായ ചെവിയിൽ. പന്നത്തോപ്പനാൻ പറഞ്ഞു, അവനാണ് മിടുക്കൻ, അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. അതല്ലേ വേണ്ടത്. അതെ, തോപ്പിൽ ഭാസിയെ സംബന്ധിച്ചിടത്തോളം മുകളിലും താഴെയും നോക്കേണ്ട കാര്യം. തോറ്റാലും തോറ്റു. ഇടതുപക്ഷക്കാരനാണ്, നല്ല ഇടതുപക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ മതി. അല്ല ഇന്നത്തെ പോലുള്ളവന്മാരൊന്നും അല്ല. അദ്ദേഹത്തിന്റെ ഒളിവിലെ ഓർമ്മകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആളാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ NSS അങ്ങ് തീർച്ചപ്പെടുത്തി എന്ന് വിചാരിച്ച് LDF ഇപ്പൊ ഇവരെന്താണെന്നറിയാമോ? LDF അങ്ങ് അവർക്ക് തന്നെ അറിയാം. ഒരു സംശയം ചോദിക്കട്ടെ, ശരിക്കും LDF ഹിന്ദുത്വ കാർഡ് ഇറക്കി കളിക്കുകയല്ലേ അന്നു? ഇപ്പൊ ഞാൻ ചോദിട്ടെ, ആദ്യം പോയി കാനനവാസനായ അയ്യപ്പന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പമ്പയിൽ ബലിതർപ്പണം നടത്തി അതാണ് സംഗമം. കുളിച്ചെഴുന്നേറ്റ് വന്ന് നേരെ പോയി
വള്ളിക്കാവിലെ അമൃതാനന്ദമയ്യെ അമ്മയെ. കണ്ട് അതെ. സജി ചെറിയാനും പുരസ്കാരമൊക്കെ കൊടുത്തു. ആ അമ്മ ഇവിടെ പ്രസംഗിച്ചതിന്റെ 25-ാം വാർഷികം, UN പ്രസംഗിച്ചതിന്റെ 25-ാം വാർഷികം. ഇത് അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ച് അവിടെ ആരോ പറഞ്ഞു, ഇത് അമ്മ UN പ്രസംഗിച്ചിട്ട് 25 വർഷമായി, അപ്പൊ അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ എന്നാ. അത് അമ്മ പറഞ്ഞു, എന്നാ പിറന്നാളിന്റെ കൂടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കാരണം അവിടെ അതിപ്പോ ഏറ്റുപിടിച്ചിരിക്കുക. അവിടെ ധാരാളം ഹിന്ദുക്കൾ ഒത്തുചേരുന്ന ഇടമാണ്. അതെ. അപ്പൊ എന്നാലും പിണറായി വിജയന്റെ സർക്കാർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു നമുക്ക് എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ കിടക്കുകയാണെന്ന് ആ കരടായിട്ട് കിടക്കുക. ഒറ്റ വിഷയം തന്നെ, ശബരിമല യുവതീ പ്രവേശം തന്നെ 2 എണ്ണത്തിനെ ചാക്കിൽ കെട്ടി ഇറക്കിയതും ഭക്തരെ നിലയ്ക്കലും പോലീസ് വേഷം ധരിപ്പിച്ച് അവിടെ കയറ്റാൻ ശ്രമിച്ചതാണ്. നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും പന്തളത്ത് വിട്ട് ഭക്തരെ തല്ലി ചതച്ചതും ഒന്നും ആരും മറന്നില്ല. പിന്നെ 10 വർഷത്തെ കിരാത ഭരണവും കൂടി അല്ലേ. അപ്പോൾ ഇത് തീർച്ചയായും അത് മാത്രമല്ല, ഈ അമൃതാനന്ദമയി അമ്മയെ ഒരു കാലത്ത് എങ്ങനെയാണ് ഇവർ വിശേഷിപ്പിച്ചത്? മോശമായി ചിത്രീകരിച്ചു, വളരെ മോശമായിട്ട്. കടപ്പുറം സുധാമണി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തവരാണ്. ദേശാഭിമാനി നിരന്തരം ഈ അടുത്ത കാലം വരെയും അമൃതാനന്ദമയി മഠത്തിന് എതിരായിട്ടാണ് വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത്. അത് CPM അറിയാതെ. ദേശാഭിമാനിക്ക് CPM പറയുന്നത് പോലെയല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. പ്രശാന്ത്, ദൈവിക ശക്തി ഉണ്ടോ ഇല്ലയോ അത് മാറ്റിവെക്കാൻ എത്രയോ ജനങ്ങൾക്ക് വേണ്ടി അവർ അതാണ് ദൈവിക ശക്തി. അതാണ് ദൈവിക ശക്തി. അതാണ് യഥാർത്ഥ മാനവ സേവ, മാധവ സേവ. ഈ അമ്പലത്തിൽ പോയി തൊഴുത് കിടന്ന് വിളിക്കുന്നതിലല്ല, അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ മനസ്സ് എത്ര നിർമ്മലമായിരിക്കണം, പാവപ്പെട്ടവനോട് എത്ര കാരുണ്യമുണ്ട്, ഇതൊക്കെയാണ് ദൈവവും നോക്കുന്നത്. ഈ ONV ഒരു കവിതയുണ്ട്, ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. കവി അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെ അമ്പലനടയിൽ ഒരു കൊച്ചു പെൺകുട്ടി ആമ്പൽപ്പൂ വിൽക്കുന്നു. ഇതാണ് ഭഗവാന്റെ ഇഷ്ട വഴിപാട് എന്നൊക്കെ പറഞ്ഞ് കവിയെ സമീപിക്കുന്നു. കവി എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് ഈ ആമ്പൽപ്പൂ വാങ്ങുന്നു. എന്നിട്ട് ഈ പണം കൊടുക്കുകയും ചെയ്യുന്നു, ആമ്പൽപ്പൂവും തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഭക്തി. ഇതാണ് ഞാൻ ദൈവത്തിനോട് ചെയ്തത്. ഇവിടെ ഞാൻ കണ്ടു ദൈവത്തെ, ഒന്നും നടത്തിയിട്ട് എന്നിട്ട് തിരിച്ചു പോവുകയും ചെയ്തു കവി. അമ്പലത്തിൽ പോകേണ്ട കാര്യമില്ല, ഇതാണ് ഞാൻ ഇവിടെ കണ്ടു ദൈവത്തെ എന്നാണ്. അത് എഴുതിയതാര്? ONV കുറുപ്പ്, ഇടത് സഹയാത്രിക. അപ്പൊ ഇങ്ങനെ ഇവര് ഇത്തരത്തിൽ കാണിക്കുന്നതായ കാര്യങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെത് മുഴുവൻ കപട ഭക്തിയാണ് എന്നുള്ളത് വ്യക്തമായി സതീശൻ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം ജനങ്ങൾ അത് തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിക്കോ, പൊങ്കാല മുഴുവൻ ഏറ്റെടുക്കുക. ആറ്റുകാൽ പൊങ്കാലയും കരിക്കകം പൊങ്കാലയും ചക്കുളത്തുകാവും പിന്നെ ലോക്കൽ ആയിട്ട് നടക്കുന്ന എല്ലാ പൊങ്കാലകളും ഇവർ ഏറ്റെടുക്കും. ഇപ്പൊ ഉത്സവങ്ങളുടെ കാലമാണല്ലോ. കാരണം April May മാസത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ഏതാണ്ട് ഒരു December കഴിയുമ്പോൾ ഉത്സവകാലമാകും. അപ്പൊ ഇവരത് ഏറ്റെടുക്കും. നോക്കിക്കോ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ് 25 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങൾ ഒത്തുചേരുന്ന ഇടമാണ്. അപ്പൊ അതിലേത് തരത്തിൽ പിന്തുണ ആർജിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ശബരിമലയിലെ കാണിച്ചത് ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, അയ്യപ്പ വിഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ യാതൊരു ഉളുപ്പും കൂടാതാണ് ഏറ്റുവാങ്ങിയത്. ഈ കന്നന്തുരു എല്ലാം ചെയ്തിട്ട് അതൊന്നും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. പിന്നെ സതീശൻ പറഞ്ഞത് ആശങ്കയില്ല എന്നുള്ളത് വളരെ ശക്തിയോടുകൂടി നെഞ്ചത്ത് കൈവച്ചാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് നല്ല തൻ്റെ അടുത്തുള്ള ഒരു അംഗീകരിക്കണം. അതിൽ ഉറച്ചു നിൽക്കണം. കാരണം NSSന്റെ വോട്ട് ഇവർക്കറിയാം. ഈ വോട്ട് CPM മനസ്സിലാക്കുന്നുണ്ട്, തുടർ ഭരണം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ മുങ്ങിച്ചാവാൻ തുടങ്ങുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി. അപ്പൊ എല്ലാ വഴികളിലൂടെയും നോക്കുകയാണ്. NSSനെ കൂട്ടുന്നു, ശബരിമല പിടിക്കുന്നു, വള്ളിക്കാവ് ആശ്രമം പിടിക്കുന്നു. ഇങ്ങനെ ആ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കിടന്ന് വെപ്രാളം കൂട്ടുകയാണ്. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ഈ കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യം കൂടി അതിഭീകരമായിരിക്കും. അഹങ്കാരത്തിന്റെ നെറുകയിൽ കയറുമെന്ന്. 5 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് പിന്നെ ഓർമ്മ വരുന്നത് ഇതൊക്കെ. പിന്നെ ആയിരിക്കും പിന്നെ ശബരിമലയെ എന്തായാലും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് ആശങ്കയൊന്നുമില്ല എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാട് ശരിയാണെന്ന് തന്നെ പറയണം. അതാണ് യഥാർത്ഥ നിലപാട്. അന്നും ഇന്നും അവർ ആ നിലപാടിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.